ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കൈനറ്റിക്സിലെ പുതിയൊരു ടോപ്പിക്കാണ്. കെമിക്കൽ കൈനറ്റിക്സിലെ റേറ്റ് കോൺസ്റ്റന്റ്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ഹാഫ് ലൈഫ് ഇതെല്ലാമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം. സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ വി വുഡ് ലൈക്ക് ടു ഇൻഫോം ദാറ്റ് നമ്മുടെ ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ക്ലാസ് 9 and 10, +1, +2, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A first order reaction has a rate constant of 1.15 into 10⁻³ second inverse. How long will 5 gram of this reactant take to reduce to 3 gram? അതായത് ഒരു റിയാക്ഷൻ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് തന്നിട്ടില്ലെങ്കിൽ പോലും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്കിത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. Then how long will 5 gram of the reactant take to reduce to 3 gram? അതായത് 5 gram റിയാക്ടന്റ് 3 gram ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അത് 5 gram ആണ്. റിയാക്ടന്റിന്റെ ഇപ്പോൾ കറന്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3 gram ആണ്. പിന്നെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് 1.15 into 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടി വരുന്ന സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ അറിയാം. K is equal to 2.303 divided by K into logarithm of the initial concentration of the reactant divided by the current concentration of the reactant. So this is equal to 2.303 divided by K. K is equal to 1.15 into 10⁻³ into logarithm of what is the initial concentration of the reactant, that is 5, divided by final concentration of the reactant, that is equal to 3. So if you are calculating the logarithm of 5/3, that will be equal to 0.222. So this will become equal to 2.303 divided by 1.15 into 10⁻³ മുകളിൽ പോയി it will become 10⁻³ മുകളിൽ പോയി 10⁻³ ആകും into logarithm of 5.3 എന്ന് പറയുന്നത് 0.222 എന്ന് കിട്ടും. സോ നമ്മളിപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ if you multiply this with a 2.303 divided by 5.15, so what do we have? We have 2.303 divided by 1.15 into logarithm of 5/3. So when you're calculating it, it will become 0.444 into 10⁻³ എന്ന് കിട്ടും. That is equal to 444 seconds. സോ ഈ റിയാക്ടറിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 gram എന്ന് പറയുന്നത് 3 gram ആയിട്ട് റെഡ്യൂസ് ആവാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 444 seconds ആയിരിക്കും. നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഈ റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ്, ഫോർ എക്സാമ്പിൾ റിയാക്ഷൻ കൈനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ദ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് ഓൺ എ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടിരുന്നു. അതാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ്, റേറ്റ് ലോ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ടാമതായിട്ട് കാണാനുള്ള ഡിപ്പെൻഡൻസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അതായത് ഒരു റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ അതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റേറ്റിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിയാക്ഷനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, when the temperature increases means molecules will be getting more energy. കറക്റ്റ്. മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അതിന് എനർജി കൂടും. സോ അതിന്റെ റിയാക്ഷൻ റേറ്റ് കൂടാനായിട്ട് സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചു. ആ വെള്ളം പതിയെ ചൂടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പർട്ടിക്കുലർ മോളിക്യൂളിൽ കൂടുതൽ എനർജി കിട്ടുന്നത് കൊണ്ട് മോളിക്യൂൾസ് കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ it is nothing but heat energy or thermal energy is given. So what is happening in a chemical reaction? When you're considering in a chemical reaction, in the case of a chemical reaction, when you're considering a chemical reaction, if we are increasing, for example, if the chemical reaction is happening at the temperature T and if we are increasing the temperature to T+10, ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടിയിൽ നിന്ന് T+10ലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ് എങ്കിൽ the rate constant of the reaction will become nearly double.
ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 ഉം ഇവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K2 ആണെങ്കിൽ K2 will become equal to 10 times, K2 will become equal to the 2 times the K1. അതായത് K2 എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡബിൾ ചെയ്യപ്പെടും. It is 2 times the K1. That means what we can understand, ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുവാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ബിക്കം ഡബിൾ. സോ അപ്പൊ ഈ ടെമ്പറേച്ചർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, ഹൗ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അതിനെപ്പറ്റി പഠിച്ചത് 2 സയന്റിസ്റ്റുകളാണ്. വൺ ഈസ് കോൾഡ് അരണിയസ് ആസ് വെൽ ആസ് ദി JH വൺഹോഫ്. ആരാണ് വൺഹോഫ്? വൺഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വൺഹോഫ് ഫാക്ടറിനെ പറ്റി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിനകത്ത് വരുന്ന അസോസിയേഷനോ ഡിസോസിയേഷനോ മൂലം സംഭവിക്കുന്ന ഒരു അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാനായിട്ട് കൊളിഗേറ്റ് ഐ എന്ന് പറയുന്ന വൺഹോഫ് ഫാക്ടറിൽ ഐ എന്ന് പറയുന്ന ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വൺഹോഫ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ പറയപ്പെടുന്ന ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറ്റി ആദ്യമായിട്ട് പഠിച്ചത്. പക്ഷെ ഇതിന് കൃത്യമായിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നത് അരണിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ അരണിയസ് അതൊരു ഇക്വേഷൻ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഈസ് ഈക്വൽ ടു A ഇൻറ്റു E റേസ് ടു മൈനസ് EA ഡിവൈഡഡ് ബൈ RT. വാട്ട് ഈസ് K? K is called a reactionary rate constant, the rate constant of the reaction. E is the exponential. EA is called the activation energy of the reaction. Activation energy of the reaction. Activation energy of the reaction. ഇതെന്താ നമുക്ക് കാണാം. R is called the gas constant. R is called the gas constant. And T is the corresponding temperature. T is the corresponding. അതായത് ഒരു റിയാക്ഷനിലെ ടെമ്പറേച്ചറിലേക്കുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ അരണിയസ് ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ഫാക്ടറാണ് A ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് ഓർ ദാറ്റ് ഈസ് കോൾഡ് അരണിയസ് ഫാക്ടർ ഓർ ദാറ്റ് ഈസ് കോൾഡ് പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ. വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ? എക്സ്പൊണൻഷ്യൽ ടേമിന് മുമ്പ് വരുന്ന ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ. ദാറ്റ് ഈസ് കോൾഡ് പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ. ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ഫോർ എക്സാമ്പിൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം K ഈസ് ഈക്വൽ ടു A ഇൻറ്റു E റേസ് ടു മൈനസ് EA ബൈ RT. സോ ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? 1/T എന്ന് പറയുന്നത് കുറയും. ഒബ്വിയസ്ലി 1/T എന്ന് പറയുന്നത് കുറയും. ഇവിടെ നമ്മൾ എടുക്കുന്നത് -1/T ആണ്. അപ്പൊ -1/T എന്ന് പറയുന്നത് കൂടും. ദാറ്റ് മീൻസ് E റേസ് ടു മൈനസ് 1/T എന്ന് പറയുന്നത് കൂടും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഈ പറയപ്പെടുന്ന റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂവിൽ വേരിയേഷൻ വരും. ദാറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ടു ദ ഫാക്ടർ ഓഫ് -1/T നമുക്ക് ചേഞ്ച് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുവാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിയാക്ടന്റ് ഉണ്ട്. റിയാക്ടന്റുകൾ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ ബേസിക്കലി ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ റിയാക്ടന്റ് റെഡിലി ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമല്ല ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഇത് റിയാക്ടന്റുകൾ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ദാറ്റ് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് വിൽ ബി ആൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സാധനം കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സാധനം ആദ്യമേ ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് എല്ലാം കൂടി എടുത്ത് വെച്ചൊരു പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. നമുക്കൊരു ആഫ്റ്റർ ആയിട്ട് നമുക്കൊരു കറി വേണം. ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ഇതെല്ലാം കൂടെ ബ്ലേഡ് ആയിരിക്കുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർമീഡിയറ്റ് സിറ്റുവേഷൻ. അത് ശരിക്കും പറഞ്ഞാൽ ഈറ്റബിൾ സിറ്റുവേഷനും ഇത് ശരിക്കും ചോദിച്ചാൽ റിയാക്ടന്റും അല്ല പ്രൊഡക്റ്റും അല്ല, അതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്. ഇൻ ദ സെയിം വേ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്താലും ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടന്റ് കൺവേർട്ടിംഗ് ടു പ്രൊഡക്റ്റിനകത്ത് ഇൻ ബിറ്റ്വീനിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്തു. ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്. നമുക്കറിയാം സയന്റിഫിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇത് അൺസ്റ്റേബിൾ ആയിരിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പറയപ്പെടുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഹൈലി സ്റ്റേബിൾ ആണ്, എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റ് ഫോർമേഷൻ പെട്ടെന്ന് സംഭവിക്കത്തില്ല, പ്രൊഡക്റ്റ് ഫോർമേഷൻ വല്ലാണ്ട് ലാഗാവും. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ വെൻ യു ആർ കൺസിഡറിംഗ് എ റിയാക്ടന്റ്, ദ റിയാക്ടന്റ് വിൽ ബി ഹാവിംഗ് എ സ്പെസിഫിക് എനർജി, then it will be converting to an intermediate state. Intermediate state നമ്മൾ പറഞ്ഞു എനർജി കൂടുതലാണ്. സോ intermediate the energy value increases and it will reach a maximum. This is called intermediate state. In the intermediate state the energy will increase. Once it reaches the intermediate state, ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് സംഭവിക്കും?
പെട്ടെന്ന് തന്നെ ഇത് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതിന് കാരണം എന്താണ്? ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഈസ് എ ഹൈ എനർജി സ്റ്റേറ്റ്. സോ ഓട്ടോമാറ്റിക്കലി സ്പീക്കിംഗ് ഹൈ എനർജി സ്റ്റേറ്റ്സ് ആർ ഹൈലി അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? അപ്പൊ ഈ ഹൈ എനർജി ഉണ്ടെങ്കിൽ എനർജി റിലീസ് ചെയ്യണം. ഇപ്പോ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ എനർജി എന്ന് പറയുന്നത് റിയാക്ടറിന്റെ എനർജിയേക്കാൾ കുറവാണ് എങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ എനർജി റിലീസ് ചെയ്യപ്പെടും. സോ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സോ ദിസ് വുഡ് ഗോയിങ് ടു ബി ദ പ്രൊഡക്റ്റ്. ഇനി നേരെ മറിച്ച് യു ആർ കൺസിഡറിങ് ദ റിയാക്ടന്റ് എനർജി ഉണ്ട്. ഇതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്തു, പ്രൊഡക്റ്റ് ഫോം ചെയ്തു. പ്രൊഡക്റ്റിന്റെ എനർജി എന്ന് പറയുന്നത് റിയാക്ടന്റിനേക്കാൾ കുറവാണ് എങ്കിൽ, സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എനർജി എന്ന് പറയുന്നത് റിയാക്ടന്റിനേക്കാൾ കുറവാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇതെന്താ? എനർജി വേരിയേഷൻ നമ്മൾ വരച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇതിനെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഈ വൈ ആക്സിസ് എക്സ് ആക്സിസ് നമ്മൾ എന്താ ശരിക്കും എടുത്തേക്കുന്നത്? റിയാക്ടന്റ് പ്രൊഡക്റ്റായി മാറുന്ന ഒരു ഡയഗ്രാം. സോ ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ കോഓർഡിനേറ്റ്. വാട്ട് യു മീൻ ബൈ റിയാക്ഷൻ കോഓർഡിനേറ്റ്? The reaction coordinate means the energy change when the reactants change to product. അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുമ്പോഴുള്ള എനർജി ചേഞ്ച് ആണ്. സോ ഇറ്റ് ഈസ് ഷോക്കേസിംഗ് ദ പ്രൊഫൈൽ ഓഫ് എനർജി ചേഞ്ച് when reactant converts to product. അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിന്റെ പ്രൊഫൈലാണ് എന്തെന്ന് പറയുന്നത് റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന എനർജി ഓഫ് ദ സിസ്റ്റം ആണ്. നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്? നോർമലായിട്ട് റിയാക്ട് ചെയ്യാതിരുന്ന ഒരു മോളിക്യൂള് എക്സസ് എനർജി റിലീസ് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് ഫോം സ്റ്റേറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത സ്റ്റേറ്റിലേക്ക് മാറുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് സ്റ്റേറ്റ്. ദെൻ ഈ റിയാക്ടറിന് ഒരു സ്പെസിഫിക് എനർജി ഉണ്ട്, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ ആക്ടിവേറ്റഡ് സ്റ്റേറ്റിൽ എനർജി ഉണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് EA ഓർ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ഇവിടെ എന്ത് വിളിക്കാം? ദിസ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. സോ ദിസ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ഇനി ഇവിടെ നോക്കിക്കേ, when you consider the reactant to the product, here the energy of the product is greater than energy of the reactant. That means more energy is absorbed. So this particular graph, ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. കാരണം ഒരു എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ഗെറ്റിംഗ് അബ്സോർബ്. സോ ഇറ്റ് ഈസ് ഷോക്കേസിംഗ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. വെൻ യു കൺസിഡർ ഹിയർ പ്രൊഡക്റ്റിന്റെ എനർജി എന്ന് പറയുന്നത് റിയാക്ട് എനർജിയേക്കാൾ കുറവാണ്. അതായത് എനർജി അവിടെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഷോക്കേസിംഗ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. സോ ഒരു എക്സോതെർമിക് റിയാക്ഷന്റെയും എൻഡോതെർമിക് റിയാക്ഷന്റെയും എനർജി ഡയഗ്രാം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമ്മൾ എന്ത് കണ്ടു? നമ്മളിവിടെ കണ്ടത് എന്താണ് ആക്ടിവേറ്റഡ് അരണീയസ് ഇക്വേഷൻ എന്താന്ന് കണ്ടു, ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്താന്ന് കണ്ടു, ആക്ടിവേഷൻ എനർജി എന്താന്ന് കണ്ടു. ഇനി ഒരു റിയാക്ടന്റ് മോളിക്യൂള് പ്രൊഡക്റ്റായി മാറണമെങ്കിൽ അതിനൊരു മിനിമം എനർജി ആവശ്യമാണ്. ആ എനർജിയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻ if a molecule has to convert from reactant to product, it has to boost up its energy or enhance its energy to a particular value. That particular value required is called activation energy. അല്ലെങ്കിൽ ഒരു ആക്ടിവേറ്റഡ് സ്റ്റേറ്റിന്റെ എനർജിയും റിയാക്ടന്റിന്റെ നോർമൽ സ്റ്റേറ്റിലുള്ള എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കാം. അപ്പം ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ആക്ടിവേഷൻ എനർജി കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് മീൻസ് വെൻ ആക്ടിവേഷൻ എനർജി ഇൻക്രീസസ് ഓട്ടോമാറ്റിക്കലി റേറ്റ് ഡിക്രീസസ്. ആക്ടിവേഷൻ എനർജി കൂടുമ്പോൾ ആ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് കുറയും. കാരണം എന്താണ്? കൂടുതൽ എനർജി വേണം റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാനായിട്ട്. ഓട്ടോമാറ്റിക്കലി അതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ക്ലിയർ?
എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ആക്ടിവേഷൻ എനർജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടി ആവശ്യമാണ്. നമുക്കൊരു വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു വലിയ ലെന്തിയർ പ്രൊപ്പോസിഷൻ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇതിന് മറ്റൊരു വീഡിയോയിലെ സെക്കൻഡ് പാർട്ട്, ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നു, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിനൊരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം, ഇവ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഇതുവരെയുള്ള എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകുന്നതാണ്. അതുകൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.